ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഒരു വിശേഷ ദിവസമാണ് കേട്ടോ. നിങ്ങൾ തമ്മനയിൽ കണ്ടില്ലേ? ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ്. എന്നത്തെയും പോലെ അമ്മ രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് രാവിലെ വെച്ച് കഴിഞ്ഞാൽ കണി കാണുന്നത് പൂജാ റൂമിലത്തെ വിളക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഇതാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഞങ്ങളിവിടെ പൊതുവെ തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മാത്രം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ തപ്പി കിച്ചണിൽ നോക്കി നിൽക്കുകയാണ് ആള്. ഇവിടെ പൊതുവെ ബർത്ത് ഡേറ്റ് അല്ല കേട്ടോ നോക്കുന്നത്, ജനിച്ച നാളാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പിറന്നാളിന്റെ ദിവസമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇന്നിപ്പോ ആഘോഷമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു മിനി സദ്യ ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മ രാവിലെ തന്നെ എന്നെ വിഷ് ചെയ്തതാട്ടോ നിങ്ങൾ കാണുന്നത്. നാളായോണ്ട് തന്നെ ഞങ്ങൾ പൊതുവെ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അമ്മ അതെല്ലാം ഓർത്തു വെക്കൂട്ടോ. എല്ലാ വീട്ടുകളിലും പോലെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. അത് പണ്ട് മുതലേ ഇവിടെ ഇല്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. ഇവിടെ എങ്ങനെയാണ് ഓരോരുത്തരുടെ ആഘോഷം പല പല രീതിയിലല്ലേ. ഇവിടെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ഇവിടുത്തെ മെയിൻ പരിപാടിയാണ് ഈ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കിതൊരു പതിവില്ലാത്ത പരിപാടിയാണ്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഈ ചിട്ടകളൊക്കെ ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ മാത്തനും പൂജാ റൂമിൽ കയറിയിട്ടുണ്ട്. രാവിലെ കുളിച്ചോണ്ടാ എന്താ അറിയില്ല, ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് നടന്നിട്ടില്ല. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിടാ ഇതുപോലെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ. മഴ ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തോർന്നൊക്കെ നിൽക്കുന്നുണ്ട്. മാത്തൻ ഇതായി എയ്റോപ്ലെയിൻ ഒക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ്. മാത്തൻ ജനിച്ചിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും കേട്ടോ ഇതുപോലൊരു എയ്റോപ്ലെയിൻ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആള് നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാട്ടോ ഇതിനൊക്കെ നോക്കുന്നത്. മഴ കുറച്ച് സമയത്തിന് റെസ്റ്റ് എടുത്ത സ്ഥിതിക്ക് ഞാനും മാത്തനെ ഇത് കൂടെ ഒന്ന് ഉലാത്തട്ടെ. അമ്മയുടെ പൂന്തോട്ടാണ് കേട്ടോ ഇത്. ഇപ്പൊ മഴയായതുകൊണ്ട് തന്നെ ഒരു ചെടിയിലും പൂക്കളൊന്നും പിടിക്കുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. മഞ്ഞുകാലത്താട്ടോ നല്ല പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ നല്ല ഭംഗിയാണ് ഈ പൂന്തോട്ടം കാണാന്. പല പല കളറിലുള്ള പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ എല്ലാം പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പുറത്തെ കാഴ്ചകളിൽ ആസ്വദിച്ച് കിച്ചണിൽ വന്നപ്പോഴത്തേനും അമ്മതാ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ വലിയൊരു ഗംഭീര സദ്യ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു മിനി സദ്യ. ഇവിടെ പൊതുവെ സദ്യക്ക് ഉപ്പേരിയായിട്ട് കയ്പയ്ക്കുപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്തന് ആദ്യം തന്നെ ചെയറിൽ കയറി ഇരുന്നിട്ടുണ്ട്. ആൾക്ക് വിശന്നു തോന്നുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ കഴിച്ചിട്ടാവാൻ ബാക്കി വിശേഷം. ഇന്നിതാ കഴിക്കാൻ ഇതൊക്കെയാണ് ഉള്ളത്. ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പഴം പുഴുങ്ങിയതും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറും. അങ്ങനെ എല്ലാ സാമ്പാറൊന്നും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊന്നും തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ സാമ്പാറൊന്നും ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ഞങ്ങൾ ഇവിടെ മാണിക്യപുരം അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. അവിടെ രാവിലെ ചെല്ലുന്ന എല്ലാവർക്കും ഇതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാവും കേട്ടോ. അന്ന് അവിടുന്ന് കിട്ടുന്ന ഇഡ്ഡലിക്കും സാമ്പാറിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടും ചെയ്യാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അത് കഴിക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. എൻ്റെ മാത്തൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അമ്മയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അമ്മ എല്ലാം പൊതുവെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്. കാരണം അമ്മയ്ക്ക് വേറെ പണിയുണ്ടേ. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചാണ് കഴിക്കുന്നത്.
ചായയുടെയൊക്കെ കഴിഞ്ഞതാ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി റെഡിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിയലിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിയലിനുള്ള ചേന ഇല്ലാന്ന് പറഞ്ഞത്. എന്നാ പോയി ഇനി ലൈവായിട്ട് അതങ്ങ് പറിച്ചാലോ. ചേന പറിക്കാൻ വേണ്ടി അമ്മ പോയപ്പോൾ പുറകെ ഞാനും മാത്തനും കൂടെ പോയിട്ടോ. ഇതാണ് കേട്ടോ അമ്മയുടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം. അങ്ങനെ എല്ലാ ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് അത് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ അന്വേഷിച്ച ആളതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേന എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ ചേനയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും കയ്യിൽ കിട്ടിയ സാധനം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. നമുക്ക് കിട്ടിയത് ഭയങ്കര ചെറിയ ചേനയാണ് കേട്ടോ. കാരണം അത് കുഴിച്ചിട്ടിട്ട് അധികം ദിവസം ആയിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യം വന്നുകൊണ്ട് നമ്മൾ പറിച്ചേ ഉള്ളൂ. ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ പുതുതായി ഉണ്ടാവുന്നതാണ് കേട്ടോ. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ പാമ്പ് കയറുന്ന പേടിച്ചിട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പുതുതായി ഉണ്ടായതാട്ടോ. ഇതിൽ നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് പഴിക്കുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നിന്നപ്പോൾ നൈസായിട്ട് ഒരാൾ ഇവിടെ മുങ്ങുന്നുണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, തറവാട്ടിലോട്ടാണ്. ഇവിടെയുള്ള എല്ലാ പേരക്കുട്ടികളുടെ കുട്ടികൾക്കും തറവാട്ടിൽ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം പിന്നെ ബുദ്ധിമുട്ടാണ്. പച്ചക്കറിത്തോട്ടത്ത് പോയപ്പോൾ മാത്തന് കൊതുകൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കവളത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ കവളത്ത് ഒരു കൊതു കുത്തിയിട്ടുണ്ട്. അവിയലിനുള്ള പച്ചക്കറി എല്ലാം ആയ സ്ഥിതിക്ക് നമുക്കിനി അരിഞ്ഞു തുടങ്ങാല്ലേ. പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ട് അമ്മ എന്നോടാണ് പറഞ്ഞതെങ്കിലും എന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേനും അമ്മ പച്ചക്കറി ഒക്കെ അരിഞ്ഞു കഴിഞ്ഞായിരുന്നു. ആകെ ഈ പയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പയറിന്റെ കാര്യം പിന്നെ മാത്തനെ ഏറ്റെടുത്തായിരുന്നു. ഓരോരോ സ്ഥലത്തും ഓരോ വിഭവങ്ങളും പല പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ അവിയലിടുന്നത് ചേന, കായ, പയറ്, പാവയ്ക്ക, ക്യാരറ്റ്, വെള്ളരിക്ക, ഇതൊക്കെയാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പാവയ്ക്ക് ഇടാറേ ഇല്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും അതുപോലെ വ്യത്യാസമാണ്. എനിക്ക് ഇവിടെ വരുമ്പോഴേ ഉള്ളൂ കേട്ടോ ഈ അവിയലിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. അമ്മയും അച്ഛനും മാത്തനും കൂടെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അവർ വരുമ്പോഴത്തേനും കിച്ചണിൽ നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ തീർക്കാനുണ്ട്. അപ്പൊ നമുക്കത് വേഗം പോയി ചെയ്യാല്ലേ. അച്ഛനും അമ്മയും മാത്തനും കൂടെ പോയിട്ട് ആകെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പത്തിന് എനിക്ക് എന്തൊരു ഭയങ്കര സൈലൻസ് ഫീൽ ചെയ്യുന്നു. അതും മാത്രമല്ല അവർ പോയിട്ട് ഒരുപാട് സമയമായതുപോലെ ഉണ്ട്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴത്തേനും അവര് വേഗം എത്തിയിട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വേഗം അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം എടുത്ത് അടുപ്പത്ത് വെച്ചു. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാട്ടോ അടുപ്പത്ത് വെച്ചത്. വെന്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് തൈര് ഒഴിക്കണം. അത് കഴിഞ്ഞ് നാളികേരവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ. അവിയലിക്കുള്ള നാളികേരം ചിരകി അമ്മ മാറി ഇന്നതേ ഉള്ളൂ. അപ്പത്തേന് കൃഷ്ണൻ വെണ്ണ കെട്ട് കഴിക്കുന്നത് പോലെ ഒരാൾ കഴിക്കുന്നത് കണ്ടോ. അവന്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ അവിയലിക്കുള്ള നാളികേരം രണ്ടാമത് ചിരകേണ്ടി വരും. മഴ റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞതാ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിയലിന്റെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിയലും കൂടെ റെഡി ആയപ്പോൾ എനിക്കൊന്ന് സദ്യ കഴിക്കാനുള്ള കൊതിയായി. ഞങ്ങളിത് എങ്ങോട്ടാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഇല തപ്പി പോകുന്ന പോക്കാണ് കേട്ടോ. അത് വേറെ എങ്ങോട്ടുമല്ല, അച്ഛന്റെ കൃഷിത്തോട്ടത്തിലോട്ടാണ്. ഇവിടെയാണ് അച്ഛൻ പുൽകൃഷി ചെയ്യുന്നത്. കൂടാതെ വേറെയും കുറെ കൃഷികളുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികളും പിന്നെ വാഴക്കൃഷിയും പൂളക്കൃഷിയും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. വന്ന സ്ഥിതിക്ക് അമ്മ കുറച്ച് മാണിത്തട്ടയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നാളേക്കുള്ള ഉപ്പേരി ഇത് പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ പച്ചപ്പ് ഹരിതാപ്പൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് വേണ്ട ഇല അരിഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. പോരുന്ന വഴി 3-4 പാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടോ. മാത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റാണ്. വന്നപ്പോഴത്തേനും എല്ലാവർക്കും നന്നായിട്ട് വിശപ്പിന്റെ വിളി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഒരു സദ്യവട്ടാണ്.
അവിയലും ഉപ്പേരി, അച്ചാറ്, പപ്പടം, ചോറും സാമ്പാറും. ഇതാ ഇത്രേ ഉള്ളൂ. ചെറിയ കുട്ടികളുടെ പിറന്നാളൊക്കെ ആണെങ്കിൽ ആദ്യം വിളക്ക് വെക്കും. അത് കഴിഞ്ഞ് അവിടെ ഇലയിൽ വിളമ്പിയതിന് ശേഷമേ ഉള്ളൂ കേട്ടോ അവർക്ക് വിളമ്പൂ. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ പിറന്നാളുള്ള ആൾക്കാണ് കേട്ടോ ആദ്യം വിളമ്പുന്നത്. അവർ കഴിച്ചു തുടങ്ങിയതിന് ശേഷം മറ്റുള്ളവർക്ക് വിളമ്പുള്ളൂ. അതും മാത്രമല്ല 2 തവണ ചോറ് നിർബന്ധമായും വിളമ്പണം. അങ്ങനെയാട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങളുടെ അവിടെ ഇതെങ്ങനെ ആഘോഷിക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചിട്ട് വരാം. മാത്തിന് ഈ ഇലയിലൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു കേട്ടോ. ആളൊറ്റയ്ക്ക് പപ്പടമൊക്കെ പൊടിച്ച് നല്ല ഇതിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ അമ്മ പായസം ഉണ്ടാക്കിയത്. കാരണം ഇവിടെ സദ്യയുടെ കൂടെ ആരും പായസം കുടിക്കാറില്ല. അതുകൊണ്ട് വൈകിട്ട് അമ്മ പായസം ഉണ്ടാക്കിയത്. അങ്ങനെ ആയതുകൊണ്ട് ഈവനിങ് കോഫി ടൈമിലാണ് ഞങ്ങൾ പായസം കുടിക്കുന്നത് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ പായസം സേമിയ പായസമാണ് കേട്ടോ. അമ്മ ഇവിടെ അധികം സേമിയ പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഡയറി ഫാം ഉള്ളതുകൊണ്ട് തന്നെ പാലിന് നമുക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ. പായസം കുടിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതാ നല്ല നാടൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ടാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ. ആഹാ, കാണുമ്പോഴേ കുടിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ എനിക്ക് നന്നായിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പായസമൊക്കെ കുടിച്ചിട്ട് ഒരുപാടായിട്ടോ. വിഷുവിന് എന്തോ കുടിച്ചതാണ്, അതിനുശേഷം പിന്നെ കുടിച്ചിട്ടില്ല. ഇനിയൊന്ന് പോയി കുടിക്കട്ടെ നന്നായിട്ട്. എല്ലാവരും നന്നായി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരുന്നത്. അപ്പത്തേനും അമ്മ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാത്തന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. മാത്തന് എഴുന്നേറ്റ് വന്നിത് കാണുമ്പോൾ നല്ല ഹാപ്പി ആവുകയാണ്. 24 മണിക്കൂറും പാല് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പാല് വെച്ച് എന്തുണ്ടാക്കി കൊടുത്താലും ആള് നന്നായി കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആൾക്കിത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആവും എന്നുള്ളത്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പിറന്നാൾ വിശേഷം. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ആളുടെ പിറന്നാളുണ്ടെങ്കിലും ആഘോഷിക്കുന്നത്. ഇതിൽ കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ആഘോഷങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ചെറിയൊരു പിറന്നാൾ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.